പാറമേൽപ്പടി അടൽജി സ്മൃതി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്ററാണ് നിർവഹിച്ചത്. എൻഡിഎയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് പരിചയമുള്ള ഒരു പ്രസ്ഥാനവും മുന്നണിയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ വളരെ പ്രത്യേകതയോടെ നമ്മൾ കാണുന്നത്. അതിന്റെ കാരണം ഇന്ത്യ രാജ്യത്ത് ബിജെപി ആണ്, എൻഡിഎ ആണ് കാലങ്ങളായിട്ട്. അതിന് തുടർന്ന് അങ്ങോട്ടുള്ള കാലങ്ങളിലും പാർട്ടി തന്നെയാണ്. പക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകാറില്ല. പക്ഷെ അതിനെയൊക്കെ മാറ്റി തിരിച്ചു കുറിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടെ കേരളത്തിലെ ഒരു ത്രികോണ മത്സരം എന്നുള്ളത് സാധ്യമാക്കി തീർത്ത തെരഞ്ഞെടുപ്പാണ്. അതിനു മുൻപ് വരെയൊക്കെ ഇന്ത്യയിൽ വളരെ ശക്തിയാണ് ബിജെപി. സകലവിഭാഗ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഒന്നാമത്തെ സംഘടനയാണ്. കാലങ്ങളായിട്ട് അങ്ങനെയാണ്, കരുത്തോടെ നിൽക്കുകയാണ്. പക്ഷേ കേരളത്തിൽ ഒരുപാട് മൂന്നാം കക്ഷിയായിട്ട് നിന്നിരുന്നു. ഒരു മുന്നണി എന്ന രീതിയിലോ അല്ലെങ്കിൽ പാർട്ടി എന്ന രീതിയിലോ പോലും സംഘടനാ പ്രവർത്തനവും പ്രവർത്തകരും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാരുടെ കാര്യത്തില് പാർലമെന്ററി രംഗത്ത് വേണ്ടത്ര എണ്ണമില്ല എന്നൊരു കുറവ് പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ അത് തീർന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ബിജെപി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി UP പ്രഭാത്, മണ്ഡലം സെക്രട്ടറിമാരായ വിജിത്ത് വാര്യർ, ഊർമിള രാമചന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി TS അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ അനുമതിയോടുകൂടിയാണ് കൊണ്ടാഴി പഞ്ചായത്തിലെ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 2ാം വാർഡിൽ ദീപ, 3ാം വാർഡിൽ ശശികുമാർ, 5ാം വാർഡിൽ വിജിത്ത് വാര്യർ, 6ാം വാർഡിൽ പ്രതീക്ഷ KV, 7ാം വാർഡിൽ പ്രകാശൻ, 8ാം വാർഡിൽ ശ്രീരാജ്, 10ാം വാർഡിൽ രാജേന്ദ്രൻ പുളയ്ക്കൽ, 13ാം വാർഡിൽ സജിത് KV, 14ാം വാർഡിൽ ദേവിക വിനോദ്, 15ാം വാർഡിൽ സുഭദ്ര ഉണ്ണികൃഷ്ണൻ, 16ാം വാർഡിൽ കാവ്യശ്രീ എന്നിവരെയാണ് ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടവരെ ഷാളണിയിച്ച അനീഷ് മാസ്റ്റർ സ്വീകരിച്ചു. വികസിത കേരള പ്രതിജ്ഞയും സ്ഥാനാർത്ഥികൾ ചൊല്ലി.